ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ വിവിധ കോണുകളിൽ നിന്നും അനുശോചന പ്രവാഹങ്ങൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും കൃത്യതയോടെ അക്കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ അടുത്ത കാലത്ത് നടന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അത് ലോകം തന്നെ ശ്രദ്ധിച്ചതാണ്. ഏറെ പ്രാധാന്യത്തോടു കൂടി അത് വലിയ നിലയിൽ വാർത്തയാവുകയും ചെയ്തതാണ്. ഇവിടെ പാപം ചെയ്യാത്തവർ ആരുമില്ല. അതുകൊണ്ട് ഈ പാപം കുറഞ്ഞവരിൽ ഒരാളെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുക എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാർപ്പാപ്പയുടെ അഭിപ്രായം. ഐസൻ ജോസ്. തീർച്ചയായും അത്തരത്തിൽ ഉറച്ച നിലപാടുകളോടെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിത്വമായിരുന്നു മാർപ്പാപ്പ എന്ന് തന്നെയാണ് പ്രത്യേകത. നമുക്കറിയാവുന്നതാണ്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ അമേരിക്കയിൽ നിരവധി കത്തോലിക്ക വിശ്വാസികളുണ്ട്, അത്തരത്തിലുള്ള നിരവധി പേരുണ്ട്. അത്തരത്തിലുള്ള ജനങ്ങളോട് അല്ലെങ്കിൽ അമേരിക്കയിൽ വോട്ട് ചെയ്യുന്ന തന്റെ സഭാവിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറ്റവും മനോഹരമാണ് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന നിലപാട് യേശുക്രിസ്തു പോലും സ്വീകരിച്ചതായി നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള നിലപാട് കൃത്യമായും പാപം എല്ലാവരും തമ്മിൽ പാപം കുറഞ്ഞ ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുക്കുക എന്ന ഒരു നിലപാട് അത് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. അതിൽ നിന്നും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് മാർപ്പാപ്പ പറയാൻ ഉദ്ദേശിച്ച അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തന്നെയാണ് അതിൽ നിന്നും പുറത്തു വരികയും ചെയ്തത്. മനുഷ്യനോടൊപ്പം നിൽക്കാത്ത എന്തിനേയും അതൊരു പാപമായി കണക്കാക്കുകയും മനുഷ്യന്റെ മുന്നേറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി മാനവ സമൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം പുണ്യമായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഉദാഹരണം. അത്തരത്തിൽ പാപം കുറഞ്ഞവരെ തിരഞ്ഞെടുക്കുക, നിങ്ങൾ കൂടുതൽ പാപികളാകാതിരിക്കുക എന്നൊരു നിലപാട്, അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ മാനവരാശിയെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളിലേക്ക്, അത് പരിസ്ഥിതി ദൂഷണമാകട്ടെ, അതുപോലെ തന്നെ പട്ടിണിയുടെ വിഷയങ്ങളാകട്ടെ, ആക്രമണത്തിന്റെയും അധിനിവേശത്തിന്റെയും വിഷയങ്ങളാകട്ടെ, ഭീകരതയുടെ വിഷയങ്ങളാകട്ടെ, ഏത് വിഷയമായാലും മനുഷ്യന്റെ ചോര ചിന്തുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലാതെ പോരാടുക എന്ന കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിലും അദ്ദേഹം കൃത്യമായി അനുവർത്തിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു വലിയ സത്യമുണ്ട്, ഒരു വലിയ വസ്തുതയുണ്ട്. മനുഷ്യന്റെ സമാധാനത്തെക്കാൾ വലിയ, അല്ലെങ്കിൽ ലോകത്തിന്റെ സമാധാനത്തെക്കാൾ വലിയതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഈ ലോകത്തോട് ചെയ്യാനില്ല. മനുഷ്യന്റെ സ്വസ്ഥതയും മനുഷ്യന്റെ ശാന്തിയും മാനവ പുരോഗതിയും അവന്റെ സമാധാനപരമായ ജീവിതവും മാത്രമാണ് ഓരോ രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ ഏത് ലോകത്തിനുള്ള ആശയത്തിനും മുന്നോട്ട് വെക്കാനുള്ളതെന്ന് ഉറച്ചു പറഞ്ഞ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ ചോര ചിന്തുന്ന എന്തിനേയും എതിർക്കുക, മനുഷ്യന്റെ ദുരിതങ്ങളിലേക്ക് നയിക്കുന്ന എന്തിനേയും എതിർക്കുക, മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന എന്തിനേയും എതിർക്കുക എന്ന നിലപാട് കൃത്യമായി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ദുർബലന്റെ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവന്റെയും ദുർബലന്റെയും പീഡിപ്പിക്കപ്പെട്ടവന്റെയും പ്രത്യാശയുടെ രാഷ്ട്രീയം അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് പോലും ഹോപ്പ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അതായത് പ്രത്യാശയുടെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ ജീവിച്ചു തീർത്തതും പ്രത്യാശയുടെ ജീവിതമായിരുന്നു. മനുഷ്യന്റെ പുരോഗതിയുടെ, ഒരു പ്രത്യാശയുടെ വിജയത്തിന്റെ എല്ലാം തന്നെയായിരുന്നു മനുഷ്യന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ലോകത്തിന്റെ രാഷ്ട്രീയമായിരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കുകളിലും അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിരുന്നു. ആ തെളിയിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധത്തിനെതിരായ നിലപാടുകളിൽ അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സംബന്ധിച്ച് കൃത്യമായ ഒരു ഉറച്ച നിലപാട് പുറത്തു വരുന്നതെല്ലാം തന്നെ ഈ മനുഷ്യന് വിരുദ്ധമായ, മനുഷ്യത്വഹീനമായ എന്തിനേയും എതിർക്കുക, മനുഷ്യന് വേണ്ടി ജീവിക്കുക എന്ന വലിയൊരു രാഷ്ട്രീയം, ഒരു ആത്മീയതയുടെ രാഷ്ട്രീയ സ്വഭാവമുള്ള നിലപാട് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു എന്നത് തന്നെയാണ്. ആത്മീയ രാഷ്ട്രീയം എന്ന് തന്നെ നമുക്കതിനെ ആലങ്കാരികമായി വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്നത് എന്തിനേയും പിന്തുണയ്ക്കുക, മനുഷ്യന്റെ പുരോഗതിയിലേക്കും മനുഷ്യന്റെ സമാധാനത്തിനും കാരണമാകുന്ന എന്തിനേയും പിന്തുണയ്ക്കുക, മനുഷ്യന്റെ സമാധാനത്തിനും മനുഷ്യന്റെ നേരായ പുരോഗതിക്കും എതിരായി മനുഷ്യനല്ലാതായി തീരുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിന് ഏതെങ്കിലും രീതിയിൽ പ്രോത്സാഹനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ കർശനമായി എതിർക്കുകയും തടയുകയും ചെയ്യുക എന്ന ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത് തന്നെയാണ് 2021 അദ്ദേഹം ഇറാഖ് സന്ദർശിക്കുകയും ആക്രമണം ഉണ്ടായപ്പോൾ സന്ദർശനം വെട്ടിക്കുറയ്ക്കാനോ ഒന്നും തന്നെ നിൽക്കാതെ കൃത്യമായ തൊട്ടടുത്ത സന്ദർശനങ്ങളെല്ലാം തന്നെ നടത്തിയതിനു ശേഷം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായി അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യം ആരോടും പറയുന്നതിനോ അത് വലിയ
വലിയൊരു പബ്ലിസിറ്റി നൽകുന്നതിനോ അദ്ദേഹം തയ്യാറാകാതെ ആത്മകഥയിൽ അതൊരു രേഖയാകേണ്ടതിന് വേണ്ടി മാത്രം രേഖയാക്കുകയും ചെയ്ത ഒരു നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു അദ്ദേഹം. ഉറച്ച മനസാന്നിധ്യത്തോടെ മനുഷ്യരാശിക്ക് ദോഷം വരുന്ന എന്തിനേയും, നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നത് ഇറാഖിൽ ആക്രമണങ്ങൾ നടന്നപ്പോൾ തകർത്ത് കളഞ്ഞ പള്ളികൾ സംബന്ധിച്ച് പള്ളികളെ സന്ദർശിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ പള്ളികൾ, തകർക്കപ്പെട്ട പള്ളികളെല്ലാം സന്ദർശിക്കുക, ആത്മീയ കേന്ദ്രങ്ങൾ, മനുഷ്യനിലേക്ക് നയിക്കുന്ന ആത്മീയ കേന്ദ്രങ്ങളെ എല്ലാം തന്നെ പുനരുജ്ജീവിപ്പിക്കുക, നിലനിർത്തുക എന്ന ഉറച്ച നിലപാടിന്റെ ഭാഗമായി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ലോക രാഷ്ട്രീയ വീക്ഷണം ഉണ്ടായിരുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. വിനോദ്.